നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ 2 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ അകത്തെ ലെറ്റേഴ്സ് സോൾവിംഗ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റിയുള്ള തൈകളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെത്തേഡ്സ് ഏതൊക്കെയാണ് പഠിച്ചത്? ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് ഇതൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ്, വിത്തുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ഫിഗറാണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ചില്ലി പ്ലാന്റ്സ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ചില്ലി പ്ലാന്റ്സ് നോക്കൂ. 2 പ്ലാന്റ്സിൻ്റെ ഫിഗേഴ്സാണ് തന്നിട്ടുള്ളത്. വെറൈറ്റി 1, വെറൈറ്റി 2 എന്നിങ്ങനെ 2 പേര് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലാന്റ്? ഓരോ പ്ലാന്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? വെറൈറ്റി 1ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ലാർജ് സൈസ്ഡ് ചില്ലി ബട്ട് ലോ ഈൽഡ്. അല്ലേ, ആ ചില്ലിയുടെ സൈസ് കണ്ടോ? നല്ല സൈസ് ഉണ്ട്, നല്ല വലുപ്പമുള്ളതാണ് അവിടുത്തെ ചില്ലി എന്ന് പറയുന്നത്. പക്ഷേ ഈൽഡ് കുറവാണ്, അല്ലേ, വിളവ് കുറവാണ്. 1, 2, 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി വെറൈറ്റി 2ൻ്റെ പ്രത്യേകത എന്തുവാണ്? സ്മോൾ സൈസ്ഡ് ചില്ലി. ചില്ലിയുടെ സൈസ് ചെറുതാണ്, വളരെ ചെറുതാണ്. ബട്ട് ഹൈ ഈൽഡ്, പക്ഷേ ഒത്തിരി നന്നായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് ചില്ലി, അല്ലേ. അപ്പോൾ ഹൈ ഈൽഡാണ്, പക്ഷേ ചില്ലിയുടെ സൈസ് എന്താണ്? വളരെ ചെറുതാണ്. ഇതാണ് ആ 2 വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ അത് മലയാളം മീഡിയംകാർക്കുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതകളുണ്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെയാണ്? ഇനം 1, ഇനം 2. ഇനം 1ൻ്റെ പ്രത്യേകത എന്താണ്? മുളകിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്, പക്ഷേ കുറഞ്ഞ വിളവാണ് ലഭിക്കുന്നത്. വിളവ് കുറവേ ലഭിക്കുന്നുള്ളൂ, പക്ഷേ ആ മുളകിൻ്റെ വലിപ്പമാണെങ്കിലോ വളരെ കൂടുതലാണ്. ഇനി ഇനം 2ൻ്റെ പ്രത്യേകത എന്താണ്? മുളകിൻ്റെ വലിപ്പം വളരെ കുറവാണ്, പക്ഷേ നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. വിളവ് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്, പക്ഷേ ചെറിയ മുളകാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ഇത് 2ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതണം. ഇനി അതിൻ്റെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോളൂ താഴെ. If we can produce a chilli plant which has the qualities of both the varieties, what qualities will it have? Note them in the science diary. അതായത് നമ്മളൊരു ചില്ലി പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് മുകളിൽ നമ്മൾ വെറൈറ്റി 1, വെറൈറ്റി 2 അങ്ങനെയുള്ള 2 ചില്ലി പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അതിൻ്റെ 2ൻ്റെയും ക്വാളിറ്റീസ് ഉള്ള ഒരു ചില്ലി പ്ലാന്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പുതിയ ചില്ലി പ്ലാന്റിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന്? എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? ദ പ്ലാന്റ് വിൽ ഹാവ് മെനി ലാർജ് ചില്ലീസ്. അതായത് വെറൈറ്റി 1ൻ്റെ പ്രത്യേകത ലാർജ് ചില്ലീസാണ്. വെറൈറ്റി 2ൻ്റെ പ്രത്യേകത ധാരാളം, അതായത് ഹൈ ഈൽഡ്, അല്ലേ, ഹൈ ഈൽഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ പുതിയ ചില്ലി പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വിൽ ഹാവ് മെനി ലാർജ് ചില്ലീസ്. വളരെ വലിപ്പമുള്ള ഒരുപാട് മെനി എന്ന് വെച്ചാൽ ധാരാളം ലാർജ് ചില്ലീസ് ആയിരിക്കും നമുക്ക് ആ പുതിയ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നത്. മനസ്സിലായോ? ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. ആൻസർ: ആ മുളകു ചെടിയിൽ വലിപ്പമുള്ള ധാരാളം മുളകുകൾ ഉണ്ടാകും. ഇതാണ് നമ്മൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു തൈച്ചെടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തൈച്ചെടി ഉണ്ടാക്കാനുള്ള ഒരു സീഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്ത നോക്കിയോളൂ. സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. അപ്പം സീഡ്സ്, അല്ലെ, വിത്തുകൾ നമ്മൾ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഏത്? പോളിനേഷൻ. പരാഗണം, അല്ലേ. ആ പോളിനേഷൻ വഴിയാണ് എന്തുണ്ടാകുന്നത്? സീഡ്സ് ഉണ്ടാകുന്നത്. സീഡ്സ് ആർ ഫോംഡ് ത്രൂ ദി പോളിനേഷൻ. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെടിയിലെ 2 ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്നതാണ്. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ 2 ചെടികളിലെ 2 വ്യത്യസ്തമായ ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ. മനസ്സിലായോ? ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Is it in self-pollination or cross-pollination that the qualities of both the plants are combined? Why? അതായത് 2 സസ്യങ്ങളുടെയും ക്വാളിറ്റീസ് കൂടിച്ചേരണമെങ്കിൽ നമ്മൾ നടത്തേണ്ടത് സെൽഫ് പോളിനേഷൻ ആണോ ക്രോസ് പോളിനേഷൻ ആണോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെ വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
സെൽഫാണോ ക്രോസ് ആണോ അവിടെ നടക്കേണ്ടത്? ഇവിടെ ക്രോസ് പോളിനേഷൻ നടക്കണം അല്ലേ? അതായത് ക്രോസ് പോളിനേഷനിലാണ് രണ്ട് വ്യത്യസ്ത ചെടികളിലെ രണ്ട് വ്യത്യസ്ത ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേഷൻ നടക്കുന്നത് അല്ലേ? അത് നമ്മൾ പറഞ്ഞു. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഒരൊറ്റ ചെടിയിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് ചെടികളിലെ ഗുണങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? അവിടെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ക്രോസ് പോളിനേഷൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ, എന്തുകൊണ്ട് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു? അതിൻ്റെ ആൻസറാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കൂട്ടി കേൾക്കുക കേട്ടോ. നോക്കിയോളൂ, ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? ക്രോസ് പോളിനേഷൻ നടക്കുന്നത് അല്ലേ? ആ ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് നടക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ്, രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ, ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് തമ്മിലാണ് ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. Therefore, the seed formed by the cross pollination, അതിനാൽ ഈ ക്രോസ് പോളിനേഷൻ വഴി ഫോം ചെയ്യുന്ന സീഡ് അല്ലെങ്കിൽ വിത്ത് ഹാവിങ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ്, ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ പറഞ്ഞത് ക്രോസ് പോളിനേഷനെ കുറിച്ച്? നോക്കിയോളൂ, പരാഗണം വഴിയാണല്ലോ വിത്ത് ഉണ്ടാകുന്നത്. ആണല്ലോ, വിത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരാഗണം വഴി. വിവിധ പരാഗണ രീതികൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് പരാഗണ രീതികൾ? സ്വപരാഗണം, പരപരാഗണം. എന്താണ് സ്വപരാഗണം, പരപരാഗണം? സ്വപരാഗണം എന്ന് വെച്ചാൽ ഒരു ചെടിയിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ. പരപരാഗണം എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത ചെടികളിലെ വ്യത്യസ്ത ഫ്ലവേഴ്സ് തമ്മിലാണ് പരപരാഗണം നടത്തുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കിയോളൂ, ക്വസ്റ്റ്യൻ ഇതാണ്, സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട്? ഏതിലാണ്? പരപരാഗണത്തിലൂടെയാണ് രണ്ട് സസ്യങ്ങളുടെ ഗുണങ്ങൾ കൂടിച്ചേരുന്നത്. ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരപരാഗണം നടക്കുന്നത് രണ്ട് വ്യത്യസ്ത ചെടികളിലെ പൂക്കൾക്കാണ്. അതിനാൽ പരപരാഗണം വഴി ഉണ്ടാകുന്ന വിത്തുകൾക്ക് ആ രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഷോൺ ബിലോ. അതായത് താഴെ തന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഈ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതുകയും വേണം കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് സ്റ്റെമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് ടു ബി ഡൺ. അതായത് സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ്, ഫ്ലവറിൽ നിന്ന് സ്റ്റേമൻസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് ടു ബി ഡൺ. അതായത് ഏതിലാണോ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്ലവറിൽ നിന്ന് സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നു. എവിടെയാണ് സ്റ്റേമൻസ് കാണപ്പെടുന്നത്? ഫ്ലവേഴ്സിൽ. മനസ്സിലായല്ലോ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ദ ഫ്ലവർ ഈസ് റാപ്പിഡ് വെൽ ടു പ്രിവെൻറ്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫാളിങ് ഓൺ ഇറ്റ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ആ ഫ്ലവർ ഏതാണോ ആ ഫ്ലവറിനെ റാപ്പിഡ് വെൽ നന്നായിട്ട് പൊതിയുക. റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊതിയുക, നന്നായിട്ട് പൊതിയുക. എന്തിനാണ് ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കുന്നത്? ടു പ്രിവെൻറ്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫാളിങ് ഓൺ ഇറ്റ്. അതായത് ഈ ഫ്ലവറിൽ മറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ പൂമ്പൊടി വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ഏത് ഫ്ലവറാണോ അതിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? അടച്ചു വയ്ക്കണം. റാപ്പ് ചെയ്ത് വയ്ക്കുക. റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊതിഞ്ഞു വയ്ക്കുക എന്നുള്ള മീനിങ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്, pollen grains from the flowers of a plant belonging to the same species but having different qualities are collected using a brush. അതായത് നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഏത് വ്യത്യസ്ത ഗുണമുള്ള ചെടിയുടെ ഫീച്ചറാണോ നമുക്ക് വേണ്ടത് ആ ചെടിയിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പരാഗരേണുക്കൾ, ഈ പോളൻ അല്ലെങ്കിൽ പൂമ്പൊടി, ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് വേണ്ടത്? അതേ സ്പീഷീസിൽ നിന്നുള്ള ചെടിയുടെ പൂമ്പൊടി വേണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വേറെ ആയിരിക്കണം, പക്ഷേ അതേ സ്പീഷീസിലുള്ള ചെടിയായിരിക്കണം കേട്ടോ. മനസ്സിലായല്ലോ ഈ പോയിന്റ്?
Pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. ആർട്ടിഫിഷ്യലി നമുക്ക് പോളിനേറ്റ് ചെയ്യേണ്ട ഫ്ലവർ ഏതാണോ അതിൻ്റെ സ്റ്റിഗ്മയിൽ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസ് കൊണ്ട് കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ സ്റ്റിഗ്മ എന്നൊക്കെ പറയുന്നത് ചെടിയിലെ ഫ്ലവറിൻ്റെ ഓരോ പാർട്ടാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ്, ദ ഫ്ലവർ ഈസ് റാപ്പിഡ് എഗൈൻ ടു പ്രിവെൻറ്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. മറ്റുള്ള ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ ഫ്ലവറിനെ എന്ത് ചെയ്തു, റാപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഇത്രയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. താഴെ തന്നിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ അല്ലെങ്കിൽ കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടം നോക്കിയോളൂ. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. രണ്ടാമത്തത്, ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. മൂന്നാമത്തത്, ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോൾ കൃത്രിമ പരാഗണം നടത്തുന്നത് എങ്ങനെയെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതിൻ്റെ താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ബി പെർഫോംഡ്? പുട്ട് എ ടിക്ക് മാർക്ക്, ഡിസ്കസ് ദ റീസൺ. അതായത് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃത്രിമ പരാഗണം കേട്ടോ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുകയുള്ളൂ, അത് എപ്പോഴാണ് ചെയ്യാനുള്ളത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, പൂവ് വിരിഞ്ഞ ഉടനെ. ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, ഫ്ലവർ നന്നായിട്ട് അങ്ങ് വിരിഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത്, വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിതർ, ഫ്ലവർ വിതർന്ന് വെച്ചാൽ ഇങ്ങനെ വാടാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, അതായത് പൂവ് വിരിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർക്കൂ, കാരണം ചർച്ച ചെയ്യുക. അതായത് പൂവ് വിരിഞ്ഞ ഉടൻ എന്ന് പറയുന്ന ആ ഫസ്റ്റ് ബോക്സിൽ വേണം നമ്മൾ ടിക്ക് കൊടുക്കേണ്ടത്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. എന്താണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? എന്താണ്? ഹൈബ്രിഡൈസേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. അതായത് ഒരേ സ്പീഷീസിലുള്ളതും രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സുമായിട്ടുള്ള, രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ആ രണ്ട് പ്ലാന്റ്സിൻ്റെ ഗുണങ്ങൾ തമ്മിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ. എങ്ങനെ? ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്. എന്താണ് ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഏതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്യുന്നത്? ടു പ്ലാന്റ്സ്, രണ്ട് പ്ലാന്റ്സിനെയാണ്. എങ്ങനെയുള്ള രണ്ട് പ്ലാന്റ്സിനെ? വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, വ്യത്യസ്ത ഗുണങ്ങളുള്ളതും ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്, ഒരേ സ്പീഷീസിലുള്ളതുമായിട്ടുള്ള രണ്ട് പ്ലാന്റ്സിനെ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ സീഡ്സ് ദസ് പ്രൊഡ്യൂസ്ഡ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആർ കളക്റ്റഡ്. ദീസ് ആർ ദ ഹൈബ്രിഡ് സീഡ്സ്. ഈ മറ്റത് അത്രയും പഠിച്ചാൽ മതി. ഇനി ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ സീഡിൽ നിന്ന്, ഇങ്ങനെ ഉണ്ടാക്കുന്ന സീഡുകളിൽ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് പുതിയ തൈച്ചെടിയൊക്കെ ഉൽപ്പാദിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വിത്തുകളെയാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈബ്രിഡൈസേഷൻ്റെ മലയാളം വർഗ്ഗസങ്കരണം. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരും ആ പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരുകളുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. ഈ പേരുകളൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിയുള്ളൂ.
ചില്ലിയുടെ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. അത് രണ്ടും ചില്ലിയാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി. ഇനി പി എന്ന് പറയുമ്പോൾ നമ്മുടെ പയറിൻ്റെ ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ജ്യോതികയും ഭാഗ്യലക്ഷ്മിയാണ് പിയുടേത്, അതായത് പയറിൻ്റെ. അടുത്തത് പാഡി എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിൻ്റെ ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ. ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ. അടുത്ത കോക്കനട്ട്, നമ്മുടെ തെങ്ങിൻ്റെ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര. പിന്നെ ലേഡീസ് ഫിംഗർ, നമ്മുടെ വെണ്ടക്കയുടെ ഏതൊക്കെയാണ്? സൽകീർത്തി, കിരൺ. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അടുത്ത നോക്കുള്ളൂ. വിച്ച് ആർ ദ മേജർ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്? കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരൊറ്റയടിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല, പക്ഷേ ഇവ ഓരോന്നും ചോദിക്കും. ഒന്നാമത്തത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. എവിടെയാ? മണ്ണുത്തി, തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? The main activities are conducting researches on varieties of crops, animals, birds, etc. and knowledge dissemination programs. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. അത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണമെന്നില്ല, എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അതായത് വിവിധങ്ങളായിട്ടുള്ള ക്രോപ്സിനെയും അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവയിലൊക്കെ റിസർച്ചസ് നടത്തി, അതിൻ്റെ വെറൈറ്റീസിലൊക്കെ റിസർച്ചസ് നടത്തി, പിന്നെ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ വ്യാപിപ്പിക്കുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തേത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. എവിടെയാ? CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്തിൽ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. അവിടെ എന്തിനെക്കുറിച്ചുള്ള ഗവേഷണം ആയിരിക്കും, എന്തിനെക്കുറിച്ചുള്ള റിസർച്ചസ് ആയിരിക്കും നടക്കുന്നത്? ഈ ട്യൂബേഴ്സിനെ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം, റിസർച്ചസ് ഒക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കുക. കൾട്ടിവേഷൻ ആൻഡ് റിസർച്ചസ് ഓൺ ട്യൂബർ ക്രോപ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വിളകളെക്കുറിച്ചുള്ളത് ആർ കണ്ടക്റ്റഡ് ഹിയർ, ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്ത മൂന്നാമത്തെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. എവിടെയാ? കോട്ടയം അല്ലേ? അവിടെ എന്തിൻ്റെ റിസർച്ചൊക്കെ ആയിരിക്കും നടത്തുന്നത്? ഡെവലപ്സ് ഹൈ yielding വെറൈറ്റീസ് ഓഫ് റബ്ബർ പ്ലാന്റ്സ് suited ഫോർ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. അതായത് വിവിധ ജിയോഗ്രഫിക്കൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഹൈ yielding വെറൈറ്റി ഓഫ് റബ്ബേഴ്സിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. അടുത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയും. തോട്ടവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെങ്കിൽ തോട്ടവിളകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ചസ് ഒക്കെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. കണ്ടക്ട്സ് റിസർച്ചസ് ഓൺ കോക്കനട്ട്, അരക്നട്ട് ആൻഡ് കൊക്കോ. അതായത് പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന കോക്കനട്ട്, നമ്മുടെ തെങ്ങ്, അരക്നട്ട്, കവുങ്ങ്, കൊക്കോ. അറിയാലോ, കൊക്കോ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസർച്ച് നടത്തുന്നത് എവിടെയാണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. CPCRI എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞ CTCRI, അത് ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് CPCRI. കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. ഇത് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അവിടെ സ്പൈസസിൻ്റെയൊക്കെ റിസർച്ച് ആയിരിക്കും നടക്കുന്നത്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഒന്നാമത്തെ കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂർ. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവും.
അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, എവിടെയാ? കോട്ടയം. അവിടെ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCR, എവിടെയാണ്? കാസർഗോഡ്. അവിടെ എന്താണ് നടക്കുന്നത്? തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ല. സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ചുള്ള ഗവേഷണം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങളിവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരും അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് പഠിക്കാനുള്ളത്. ആ പേരിൽ നിന്ന് നമുക്ക് അവിടെ ഏതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ് അലോൺ ഗീവ് എ ബെറ്റർ ഈൽഡ്? വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡർഡ് ഫോർ എ ബെറ്റർ ഈൽഡ്? റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അതായത് നല്ല ക്വാളിറ്റിയുള്ള സീഡ് മാത്രം ഉണ്ടായിരുന്നാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുമോ? ബെറ്റർ ആയിട്ടുള്ള വിളവ് ലഭിക്കുമോ? മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അത് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ് അലോൺ ഗീവ് എ ബെറ്റർ ഈൽഡ്? നല്ല ഗുഡ് ക്വാളിറ്റി സീഡ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഈൽഡിന്? ബെറ്റർ ആയിട്ടുള്ള, അതായത് നല്ല വിളവ് ലഭിക്കാൻ അത് മാത്രം മതിയോ? പോരാ, അത് മാത്രം പോരാ. പിന്നെ എന്താ വേണ്ടത്? മറ്റുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ മറ്റുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഫെർട്ടൈൽ സോയിൽ, നമ്മുടെ മണ്ണ് നല്ല ബലഭൂയിഷ്ടി ഉള്ളതായിരിക്കണം. 2 പെസ്റ്റ് കൺട്രോൾ, കീടങ്ങളെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. 3 ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കണം, നല്ല കാലാവസ്ഥ ആയിരിക്കണം. പ്രോപ്പർ മാനുറിങ്, ശരിയായിട്ടുള്ള വളപ്രയോഗം ഉണ്ടായിരിക്കണം. വീഡ് കൺട്രോൾ, കളകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, അല്ലേ? കളകളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? പോരാ. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. 1 വളക്കൂറുള്ള മണ്ണ്, 2 കീടനിയന്ത്രണം, 3 ശരിയായ വളപ്രയോഗം, 4 കള നിയന്ത്രണം, 5 നല്ല കാലാവസ്ഥ. അടുത്തത് ഫെർട്ടൈൽ സോയിൽ, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, നോക്കിയോളൂ. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ ഈൽഡ്. നല്ലൊരു വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം നമ്മുടെ മണ്ണിൽ. വിച്ച് ആർ ദ ഫെർട്ടിലൈസേഴ്സ് കോമൺലി യൂസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഫാർമേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1 കൗഡങ് എന്ന് വെച്ചാൽ നമ്മുടെ ചാണകം, പിന്നെ യൂറിയ, രണ്ടാമത്തത് യൂറിയ, പിന്നെ ബാക്കി 3 നമ്മൾ എഴുതി ചേർക്കണം. കമ്പോസ്റ്റ്, പിന്നെ NPK മിക്സ്ചർ, ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ല് പൊടി എന്ന് പറയും, പിന്നെ ചിക്കൻ മാനൂർ, മറ്റേ കോഴിക്കാഷ്ടം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തുള്ള കർഷകർ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്. മലയാളം മീഡിയംകാർക്കുള്ളത്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വളങ്ങൾ ഏതൊക്കെയാണ്? ചാണകം, യൂറിയ, കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, ഇതൊക്കെയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ക്വസ്റ്റ്യനെ, വളങ്ങളെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും ഉദാഹരണങ്ങൾ എഴുതുക. ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സിനെ അല്ലെങ്കിൽ വളത്തിനെ ഡിവൈഡഡ് ഇൻറ്റു 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതൊക്കെയാണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ജൈവവളം, ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ രാസവളം. ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമുക്ക് എക്സാമ്പിൾ എഴുതാം. ഒന്നാമത്തത് ഓർഗാനിക് ഫെർട്ടിലൈസർ ഏതൊക്കെയാണ്? കൗഡങ്, ചാണകം, ചിക്കൻ മാനൂർ എന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് എന്ന് തന്നെ പറയുന്നത്, പിന്നെ ബോൺ മീൽ എന്ന് വെച്ചാൽ എല്ലുപൊടി. ഇതൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിളാണ് യൂറിയ, NPK മിക്സ്ചർ, അമോണിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനും എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ജൈവവളങ്ങൾ ചാണകം, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് വളം, എല്ലുപൊടി. ഇനി രാസവളങ്ങളാണെങ്കിലോ യൂറിയ, NPK വളം, അമോണിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യനെ, വിച്ച് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസർ? അതായത് ജൈവവളങ്ങളും രാസവളങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. ജൈവവളവും രാസവളവും നമുക്ക് യൂസ് ചെയ്യാം, അത് ഏത് രീതിയിലാണ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യേണ്ടത് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഏത് രീതിയിലുള്ള വളപ്രയോഗമാണ് നാം അവലംബിക്കേണ്ടത്? അതായത് ഈ ജൈവവളം, രാസവളം രണ്ടും നമ്മൾ ഏത് രീതിയിലാണ് മണ്ണിൽ പ്രയോഗിക്കേണ്ടത് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് അപ്ലൈങ് മോർ ഓർഗാനിക് ഫെർട്ടിലൈസർ
ആൻഡ് ലെസർ ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഈസ് മോർ ഡിസൈറബിൾ. അതായത് നമ്മൾ മണ്ണിൽ വളം അപ്ലൈ ചെയ്യുമ്പോൾ മെത്തേഡ് ഓഫ് അപ്ലൈയിങ്, ഏത് മെത്തേഡ് അപ്ലൈയിങ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? മോർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജൈവവളം കൂടുതൽ മണ്ണിൽ ചേർക്കണം. ആൻഡ് ലെസർ ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഈസ് മോർ ഡിസൈറബിൾ. പിന്നെ ലെസർ ക്വാണ്ടിറ്റി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ലെസർ ക്വാണ്ടിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ അളവിലാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ ഓർഗാനിക് ഫെർട്ടിലൈസർ വളരെ കൂടിയ അളവിൽ നമ്മൾ അപ്ലൈ ചെയ്യണം മണ്ണിൽ. അതാണ് ഈസ് മോർ ഡിസൈറബിൾ. അതാണ് കൂടുതൽ നല്ല ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ജൈവവളം കൂടുതലും രാസവളം കുറവ് ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് കൂടുതൽ നല്ലത്. അടുത്ത, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? ജൈവവളവും രാസവളവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയോളൂ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റേഴ്സ്. ഓർഗാനിക് ജൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ലഭ്യമാകുന്നത്. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസറിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. നോട്ട് ഹാംഫുൾ ടു സോയിൽ. സോയിലിന് എന്തില്ല? ഹാംഫുൾ അല്ല, അതായത് സോയിലിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പണൻറ്റ്. ഒരൊറ്റ കമ്പണൻ്റ് ആയിട്ട് നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അടുത്തത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി. അതായത് കെമിക്കൽസിൽ നിന്ന് വ്യാവസായികമായിട്ടാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെമിക്കൽസിൽ നിന്നാണ്, ഇൻഡസ്ട്രിയലി എന്ന് വെച്ചാൽ വ്യാവസായികമായിട്ട്. റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി, ലെസർ ക്വാണ്ടിറ്റിയാണ് ഇത് ആവശ്യം. എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. നമ്മൾ കൂടുതൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ തന്നെ അത് നശിപ്പിക്കുന്നു. ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ഇനി കമ്പണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കമ്പണൻറ്റ് നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് കമ്പണൻ്റാണോ ആവശ്യം ഒരു കമ്പണൻറ്റ് മാത്രമായിട്ട് മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാണ് കമ്പണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കമ്പണൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം, സപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയോളൂ. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇനി രാസവളങ്ങളാണെങ്കിലോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, ആവശ്യമുള്ള ഘടകം മാത്രമായി നമുക്ക് നൽകാൻ കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ? എന്താണ് ജീവാണുവളം? ഇൻ ദിസ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. അതായത് മൈക്രോബ്സ് എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളെ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന മെത്തേഡിനെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തി നമ്മൾ വളപ്രയോഗം നടത്തുന്ന ഒരു രീതിയാണ് ജീവാണു വളപ്രയോഗം അല്ലെങ്കിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്യൂഡോമോണാസ്, അസോസ്പൈറിലം, സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസറിൽ എന്തുണ്ടാവും? ഏതെങ്കിലും മൈക്രോബ്സ് ഉണ്ടാവും, ഏതെങ്കിലും സൂക്ഷ്മജീവികൾ ഉണ്ടാവും. അത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ സസ്യ വളർച്ചയെ അതെന്ത് ചെയ്യും? വേഗത്തിലാക്കും. പിന്നെ ചിലപ്പോൾ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഇത് അറ്റ്മോസ്ഫെറിക് നൈട്രജനെ എന്ത് ചെയ്യുന്നു? വലിച്ചെടുത്ത് അത് പ്ലാന്റ്സിന് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? സ്യൂഡോമോണാസും അസോസ്പൈറിലം എന്നിവയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ ജീവാണുവളം അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവിധ മാർഗങ്ങൾ. പെസ്റ്റ് കൺട്രോൾ, പ്ലാന്റ്സിലെ പെസ്റ്റ് കൺട്രോളിനുള്ള വിവിധ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ബയോളജിക്കൽ കൺട്രോൾ, ജൈവിക നിയന്ത്രണം എന്ന് പറയും. അതായത് നമ്മൾ ജീവികളെ ഉപയോഗിച്ച് പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്, അതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു, അതെങ്ങനെയാണെന്ന് നോക്കാം. ലേഡി ബഗ്, ട്രൈക്കോഗ്രാമ, ഫ്രോഗ്, മാബിയ, കലോട്ടസ്, ബഗ് എക്സെട്ര ഫീഡ് ഓൺ പെസ്റ്റ് വിത്ത് ഇൻഫെസ്റ്റ് ക്രോപ്സ്. അതായത് നമ്മുടെ ക്രോപ്സിനെ, നമ്മുടെ വിളകളെയൊക്കെ ഇൻഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ബാധിക്കുന്ന പെസ്റ്റിനെ ഉണ്ടല്ലോ, പെസ്റ്റിനെ എന്ന് വെച്ചാൽ ഈ കീടങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഫീഡ് ചെയ്യുന്നു. ആരാ ഫീഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ജീവികൾ. ലേഡി ബഗ്, ഒരു വട്ടച്ചാഴി എന്ന് പറയും മലയാളത്തിൽ. ലേഡി ബഗ് എന്ന് വെച്ചാൽ വട്ടച്ചാഴി. പിന്നെ ട്രൈക്കോഗ്രാമ, അത് വേറൊരു ജീവി. പിന്നെ ഫ്രോഗ് നമ്മുടെ തവള.
മാബുയ എന്ന് വെച്ചാൽ അരണ, കേട്ടിട്ടുണ്ടോ? അരണ. പിന്നെ കലോട്ടസ്, ഓന്ത്, പിന്നെ ബഗ്, നമ്മുടെ വണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്രോപ്സിനെ ഇൻഫെസ്റ്റ് ചെയ്യുന്ന പെസ്റ്റിനെയൊക്കെ ഫീഡ് ചെയ്യുന്നു. ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഈ തരത്തിലുള്ള പെസ്റ്റ് കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്, ജൈവിക നിയന്ത്രണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത രണ്ടാമത്തത് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്സ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. അതായത് ഈ പെസ്റ്റിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് നമ്മൾ മാനുവലി റിമൂവ് ചെയ്യുന്നു, കൈകൊണ്ടൊക്കെ റിമൂവ് ചെയ്യുന്നു. പെസ്റ്റിനെ എവിടെയെങ്കിലും കാണിക്കുക നമ്മൾ കൈകൊണ്ട് അതിനെ എടുത്ത് കളയുന്നു. അല്ലെങ്കിൽ ട്രാപ്പൊക്കെ യൂസ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ കെണികളൊക്കെ വച്ചിട്ട് അവയെ നമ്മൾ നശിപ്പിക്കുന്ന പ്രോസസ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫിറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഇങ്ങനെ മെക്കാനിക്കൽ കൺട്രോളിലൂടെ പെസ്റ്റിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ട്രാപ്പ് മെത്തേഡാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ കൺട്രോൾ മെത്തേഡാണ് ഫിറമോൺ ട്രാപ്പ് എന്ന് പറയുന്നത്. ഫിറമോൺ ട്രാപ്പ്. ഇനി മൂന്നാമത്തത് പെസ്റ്റിസൈഡ്സ്, അല്ലേ? പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാമെന്ന്. പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ കീടനാശിനികൾ. പെസ്റ്റിസൈഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് അവൈലബിൾ ആണ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സും ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്നും ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്നും 2 തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ്. കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓർഗാനിക് ഉള്ളതായിരിക്കും, അല്ലേ? അതായത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് എന്ന് പറയുന്നത് ഈ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ടൊബാക്കോ ഡീകോക്ഷൻ. ടൊബാക്കോ ഡീകോക്ഷൻ എന്ന് വെച്ചാൽ പുകയില കഷായം. പിന്നെ നീം ഓയിൽ എമൽഷൻ, വേപ്പെണ്ണ മിശ്രിതം. പിന്നെ ഗാർലിക് കാന്താരി മിക്സ്ചർ, വെളുത്തുള്ളി മുളക് മിശ്രിതം. ഇതൊക്കെയാണ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ജൈവ നിയന്ത്രണം ഒന്നാമത്തത്. വട്ടച്ചാഴി, ട്രൈക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം ജീവികളെ ഉപയോഗിച്ചുള്ള കീട നിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് യാന്ത്രിക നിയന്ത്രണം. കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി എന്ന് പറയുന്നത്. അടുത്തത് കീടനാശിനികൾ. കീടനാശിനികൾ 2 തരമുണ്ട്, രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികൾ എന്ന് പറയുമ്പോൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ഇനി ജൈവ കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ടു പ്രിപ്പയർ ടൊബാക്കോ ഡീകോക്ഷൻ. പുകയില കഷായം നിർമ്മിക്കുന്നത് എങ്ങനെ? നോക്കൂ. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. അതായത് ഒരു 100 gram പുകയില ഉണ്ടല്ലോ, ടൊബാക്കോ എന്ന് വെച്ചാൽ പുകയില എന്ത് ചെയ്യണം? ചോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. ഒരു ദിവസം മുഴുവനും 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്യാന്ന് വെച്ചാൽ കുതിർക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതിനെ മുക്കി വയ്ക്കുക എന്നുള്ള രീതിയും പറയാം. അപ്പോൾ ഈ പുകയിലേനെ ഈ 1.5 ലിറ്റർ വെള്ളത്തിൽ മുക്കി വെക്കണം, സോക്ക് ചെയ്ത് വെക്കണം. സ്ക്യൂസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ പിഴിഞ്ഞ്, സ്ക്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഞെരടുക എന്നുള്ള അർത്ഥമാണ്. സ്ക്യൂസ് ചെയ്യണം, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഫിൽറ്റർ ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. ഡിസോൾവ് 10 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 10 gram വാഷിംഗ് സോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ തുണിയൊക്കെ വാഷ് ചെയ്യണം, ആ സോപ്പിനെ ലയിപ്പിക്കണം, ഡിസോൾവ് ചെയ്യണം. ടൊബാക്കോ ഡീകോക്ഷൻ ഈസ് റെഡി നൗ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിശ്രിതമാണ് ടൊബാക്കോ ഡീകോക്ഷൻ, പുകയില കഷായം എന്ന് പറയുന്നത്. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. എന്നിട്ട് ഇതിനെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഇതിനെ ഡൈല്യൂട്ട് ചെയ്യണം. അതായത് ഇത് 1 ഗ്ലാസ് പുകയില കഷായം ടൊബാക്കോ ഡീകോക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്? ട്വൈസ് ദ ക്വാണ്ടിറ്റി, അതായത് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെയാണ് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ പ്ലാന്റ്സിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യണം. ഡൈല്യൂട്ട് ഇറ്റ് ബൈ, ഇതിനെ ഡൈല്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ്? ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതിൻ്റെ വാട്ടർ നമ്മൾ എത്രയാണോ ടൊബാക്കോ ഡീകോക്ഷൻ എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ആൻഡ് സ്പ്രേ ഇറ്റ് ഓൺ പ്ലാന്റ്സ്. എന്നിട്ട് അതിനെ എന്താണ്? പ്ലാന്റ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. ബാർ സോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് സോപ്പ്. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്? കളകളെയൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? 1. ആപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ്സ്. കളനാശിനി പ്രയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ പിക്കിംഗ് വീഡ്സ് ബൈ ഹാൻഡ്. ഈ നമ്മൾ കൈകൊണ്ടൊക്കെ വീഡ്സിനെയൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ പറിച്ചു മാറ്റാം. കളകളെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഏതെങ്കിലും ചെടികളൊക്കെ നട്ടേക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പൊടിച്ചു വരുന്ന പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട നമുക്ക് ആവശ്യമില്ലാത്ത അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കളകൾ അല്ലെങ്കിൽ വീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിക്കിംഗ് വീഡ്സ് ബൈ ഹാൻഡ്, കൈകൊണ്ട് ഇങ്ങനെ പറിച്ച് കളയാം. ദെൻ അടുത്തത് ബൈ ചോപ്പിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് വീഡ്സ്. ചോപ്പ് ചെയ്തിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യുക, അതായത് വെട്ടി മാറ്റിയിട്ട് ആ പറമ്പിൽ തന്നെ ഇടുക. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യണം, വീഡ്സിനെയൊക്കെ നശിപ്പിക്കാം. 1. കളനാശിനി പ്രയോഗിക്കൽ. 2. കൈകൊണ്ട് പറിച്ചു മാറ്റൽ. 3. വെട്ടി മാറ്റൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. പല തരത്തിലുള്ള കൾച്ചേഴ്സാണ്, പലതരത്തിലുള്ള കൃഷി രീതികൾ. അപ്പോൾ നോക്കിയുള്ളൂ, ഒന്നാമത്തത് സെറികൾച്ചർ. സെറികൾച്ചർ എന്താണ്? റിയറിങ് സിൽക്ക് വേംസ്. പട്ടുനൂൽ കൃഷിക്ക് നമ്മൾ പറയുന്ന പേരാണ് സെറികൾച്ചർ. സിൽക്ക് വേംസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ്? സെറികൾച്ചർ. അടുത്തത് ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്ന് പറയുമ്പോൾ ഗ്രോയിങ് ഫ്ലവേഴ്സിനെ ഗ്രോ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ. അടുത്തത് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്താണ്? റിയറിങ് ഹണി ബി നമ്മുടെ തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ക്യൂണികൾച്ചർ എന്ന് പറയുമ്പോൾ റിയറിങ് റാബിറ്റ്സ്. മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ക്യൂണികൾച്ചർ. അടുത്തത് മഷ്റൂം കൾച്ചർ. ഏതായിരിക്കും? കൾട്ടിവേറ്റിംഗ് മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മഷ്റൂം കൾച്ചർ. ദെൻ പോൾട്രി ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പോൾട്രി ഫാമിംഗ് എന്ന് പറയുമ്പം റിയറിങ് പോൾട്രി എന്ന് വെച്ചാൽ നമ്മുടെ കോഴി. റിയറിങ് പോൾട്രി ആണ് പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ റിയറിങ് ക്യാറ്റിൽ കന്നുകാലി വളർത്തലിനെയാണ് എന്ത് പറയുന്നത്? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പിസ്സികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. റിയറിങ് ഫിഷസ്. ഫിഷിനെയൊക്കെ നമ്മൾ ഫിഷ് വളർച്ച അല്ലെങ്കിൽ മത്സ്യ കൃഷി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിസ്സികൾച്ചർ. അതൊക്കെ നമുക്ക് കിട്ടാൻ പാടാണ്. റിയറിങ് ഫിഷസ് ആണ് ഏത്? പിസ്സികൾച്ചർ. അടുത്ത സെറികൾച്ചർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള? സെറികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. റിയറിങ് മറ്റേ സിൽക്ക് വേംസ്. പിന്നെ ഫ്ലോറികൾച്ചർ ഗ്രോയിങ് ഫ്ലവേഴ്സ്, അത് നമുക്കറിയാൻ പറ്റും. പിന്നെ എപ്പികൾച്ചർ എന്ന് പറയുമ്പോൾ റിയറിങ് ഹണി ബി തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. പിന്നെ ക്യൂണികൾച്ചർ റിയറിങ് റാബിറ്റ്സ്. പിന്നെ പിസ്സികൾച്ചർ എന്താണ്? റിയറിങ് ഫിഷസ്, അതാണ് പിസ്സികൾച്ചർ എന്ന് പറയുന്നത്. സെറികൾച്ചർ റിയറിങ് സിൽക്ക് വേംസ്. ഓക്കെ, അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. ദെൻ ഫ്ലോറികൾച്ചർ പൂക്കൃഷി. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി. പോൾട്രി ഫാമിംഗ് കോഴിക്കൃഷി. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. പിസ്സികൾച്ചർ മത്സ്യകൃഷി. സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ലെറ്റേഴ്സ് സോൾവിങ് മാത്രമേ ഉൾപ്പെടുത്താനുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ നോട്ട്സും ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ്. 3 പാർട്ട് വീഡിയോ ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടുക. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ